ഞാനിനി അച്ഛൻ പറയുന്നത് പോലെ എല്ലാം അനുസരിച്ചോളാം. രാജു. ഹലോ. ഹലോ മാഡം. മാഡം എവിടെയാ? ഞാൻ വീട്ടിലാ. ഇത്ര പെട്ടെന്ന് വീട്ടിലെത്തിയോ? അതെ രാജു, ഞാൻ വീട്ടിലെത്തി. മാഡം, ഇവിടെ നടന്നതിനൊക്കെ ക്ഷമ ചോദിക്കാനാ ഞാൻ കോൾ ചെയ്ത. രാജു എന്തിനാ ക്ഷമ ചോദിക്കുന്നെ? ഞാൻ രാജുവിന്റെ വീട്ടില് വരാൻ പാടില്ലായിരുന്നു. രമ്യ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഞാനവിടെ വരുന്നത് രമ്യയുടെ പാരന്റ്സിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നും ഇല്ല ഋതിക മാഡം. രമ്യയോട് ഞാൻ സംസാരിക്കാം. വേണ്ട വേണ്ട, ആരോടൊന്നും സംസാരിക്കണ്ട. ഞാൻ കാരണം രാജുനോ രാജുവിന്റെ കുടുംബത്തിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മാഡം എന്തിനാ ഇങ്ങനെ കടുത്ത വാക്കുകളൊക്കെ പറയുന്ന? രാജു, ഞാൻ രാജുവിനെ വിഷമിപ്പിക്കുകയാണെങ്കിൽ സോറി. ശരിക്കും ഇതല്ല സത്യം. ഞാൻ എന്നെ തന്നെ കുറച്ച് നിയന്ത്രിക്കേണ്ടതുണ്ട് രാജു. എന്താ രാജു ഒന്നും മിണ്ടാത്ത? ഒന്നുമില്ല മാഡം. ഞാൻ പറഞ്ഞത് രാജുവിന് വിഷമമായോ? ഏയ് ഇല്ല മാഡം. മാഡം ഉള്ള കാര്യമല്ലേ പറഞ്ഞ. എനിക്കറിയില്ല രാജു, എന്റെ ജീവിതം ഇങ്ങനെ ഗതി അറിയാതെ മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ ആകമാനം വിഷമങ്ങളും നാണക്കേടുകളും മാത്രമേ ഋതികയ്ക്കെന്നും സ്വന്തമായിട്ടുള്ളൂ രാജു. എനിക്കത് മതി. ശരി മാഡം, ഞാൻ വിളിക്കാം. എനിക്കൊന്ന് പുറത്തോട്ട് പോകേണ്ട അത്യാവശ്യമുണ്ട്. ശരി രാജു. പ്രിയ ചേച്ചിയുടെയും ജയൻ ചേട്ടന്റെയും മാറ്റം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. പക്ഷെ രാജു എന്നെ വിളിച്ചല്ലോ, എനിക്ക് സമാധാനായി. ഭഗവാനെ, ഈശ്വര, എല്ലാവർക്കും നല്ലത് വരുത്തണേ. നമ്മുടെ ഈ വീട്ടിൽ നിന്ന് മനസ്സ് വിഷമിച്ചാണ് വീണ്ടും ആ കുട്ടി ഇറങ്ങിപ്പോയത്. ഇതിന്റെയൊക്കെ ശാപം നമ്മൾ എവിടെ കൊണ്ടുപോയി കഴുകി തീർക്കും രാധേ? മോളെ കുറിച്ച് തന്നെയാ ഞാനും ആലോചിച്ചോണ്ടിരുന്നത്. പാവം ഒരുപാട് വിഷമായി കാണും. എന്നാലും പ്രിയയ്ക്കും ജയനും ഇങ്ങനെയൊരു മനംമാറ്റം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ജയന പ്രിയയുടെ മനസ്സ് മാറ്റിയെടുത്തു. ഓന്തിനെ പോലുള്ള അവന്റെ സമയം പോലുള്ള നിറമാറ്റം ഉണ്ടല്ലോ, ഇങ്ങനെ പോയാ അവനെന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. വേണ്ട വേണുവേട്ടാ, നിങ്ങൾ വെറുതെ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കണ്ട. നിങ്ങളിപ്പോ എന്തു പറഞ്ഞാലും അതിനെതിരെ പറയാൻ അവൻ എന്തെങ്കിലും ന്യായം കാണും. തർക്കിച്ചും വാദിച്ചും ജയിക്കാൻ അവൻ പണ്ടേ മിടുക്കനാണല്ലോ. എന്തും വളയുന്ന അവന്റെ ആ വൃത്തികെട്ട നാവുണ്ടല്ലോ, ആദ്യം പിഴുതുകളയണം. എനിക്ക് ഉറപ്പുണ്ടടി, രാജുവിന് നല്ലതിന് വേണ്ടിയിട്ടല്ല. ഒന്നുകിൽ അവന് രമ്യയോ രുക്മിണിയോ എന്തെങ്കിലും പാരിതോഷികം കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് അവനിങ്ങനെയൊന്നും പെരുമാറില്ല. വേണുവേട്ടാ, ജയന്റെ ബിസിനസിനിടയ്ക്ക് വലിയൊരു ഇടിവ് സംഭവിച്ചിരുന്നില്ലേ?
കടയില് തീപിടിച്ചുണ്ടായ നാശനഷ്ടത്തിന് വലിയൊരു തുക ഇൻഷുറൻസ് ആയിട്ട് ജയന് കിട്ടിയെന്നല്ലേ അന്ന് നമ്മളോട് പറഞ്ഞത്? അതെ. എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു അത് നുണയായിരുന്നു എന്ന്. സാമ്പത്തിക നഷ്ടം നികത്താൻ വേണ്ടി ജയൻ രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതാ വേണുട്ടാ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പിന്നെ പ്രിയയുടെ സ്വഭാവം വേണുവേട്ടന് അറിയാവുന്നതല്ലേ. കുറച്ച് കാശോ സ്വർണോ അവളുടെ മുന്നിലേക്ക് വെച്ചാ അവളുടെ കണ്ണ് മഞ്ഞളിക്കും. നിങ്ങൾ നടന്ന എന്നെ ആലോചിച്ച് വെറുതെ വിഷമിക്കണ്ട. എന്ത് കാര്യവും വിധി പോലെയല്ലേ വേണുവേട്ടാ നടക്കൂ. ഋതികമുള്ള രാജുവാണ് ജീവിതത്തിൽ ഒരുമിക്കേണ്ടതെങ്കിൽ എന്തൊക്കെ എതിർപ്പുകളും തടസ്സങ്ങളും ഉണ്ടായാലും അതങ്ങനെ തന്നെ നടക്കും. എല്ലാം വിധിക്ക് വിട്. ഞാൻ എന്റെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളും അങ്ങനെ ചിന്തിച്ചാ മതി. അതൊക്കെ ശരിയല്ലാതെ, പക്ഷെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അതാ എനിക്ക് ഒട്ടും സമാധാനം കിട്ടാത്തത്. അതെന്താ വേണോട്ടെ വേറെ പ്രശ്നം? ഇപ്പൊ ഒരാഴ്ചയായി പത്മാവതി മാഡം എന്നെ ഫോണിൽ വിളിച്ചിട്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് മാഡത്തിന്റെ ഫോൺ ഓഫാ. മാഡം താമസിക്കുന്ന എവിടെയാന്നറിഞ്ഞാ നിങ്ങൾക്ക് അവിടം വരെ പോയിന്ന് നോക്കിയാ പോരെ? ഞാൻ പോയി നോക്കിയതാടി. മാഡത്തിന്റെ സർവന്റുമായി സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് അവരെന്തു പറഞ്ഞു? അവരെന്തോ സാധനങ്ങൾ മേടിക്കാൻ പുറത്തുപോയി വന്നപ്പോ പത്മാവതി മാഡം വീട്ടിലില്ല. മാഡം ഇല്ല, മാഡത്തിന്റെ ഫോണും ഇല്ല. എങ്ങോട്ട് പോയതാണെന്ന് യാതൊരു വിവരമില്ലാന്നാ ആ ജോലിക്കാരി പറയണത്. ദൈവമേ, നിന്ന് നിപ്പില് മാഡം ഇതങ്ങോട്ട് പോയി? എവിടേക്കെങ്കിലും പോയതാണോ അതോ ആരെങ്കിലും? എന്തിനാ വേണോട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഋതിക മോളുടെ കാര്യത്തില് പത്മാവതി മാഡത്തിന് വലിയ വിഷമമായിരുന്നില്ലേ? സ്വന്തം മോക്ക് വേണ്ടി ഒന്നും ചെയ്യാനാവാത്തതിന്റെ മാനസിക ബുദ്ധിമുട്ടില് ആരോടും ഒന്നും പറയണ്ടെന്ന് വിചാരിച്ച് മാഡം കുറച്ചു ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചതായിരിക്കും. അങ്ങനെ ആയാ മതിയായിരുന്നു. ഇത്തവണത്തെ റോഹന്റെ പിറന്നാള് ഞങ്ങൾ എല്ലാവരും കൂടി ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ പിറന്നാൾ ആഘോഷത്തിന് വീട്ടിലേക്ക് എത്തണം. അവന്റെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളുടെ ബർത്ത്ഡേക്ക് ക്ഷണം കിട്ടിയിട്ട് മനസ്സ് ഇത്ര ഇറിറ്റേറ്റ് ആവുന്നെ. ഞാനങ്ങ് പോകുന്നില്ല അവന്റെ പിറന്നാളിന്. അവന്റെ മുഖം കണ്ടാലും മതി. ആട്ടിൻകുട്ടിയുടെ തോലിട്ട ഒരു ചെന്നായി അവൻ. ഒന്നും പോരാഞ്ഞിട്ട് അവൻ രാജുവിനെ സ്പെഷ്യലായിട്ട് ക്ഷണിച്ചിരിക്കുന്നു. എന്തായിരിക്കും അവൻ രാജുവിനെ ക്ഷണിക്കാനുള്ള കാരണം? രാജു ഉറങ്ങിക്കാണോ? പാവം, എന്തൊക്കെ സഹിക്കണം. എല്ലാവർക്കും എടുത്ത് പാവ പോലെ തട്ടിക്കളിക്കാൻ ഒരു ജന്മം. രാജുവിനൊരു മെസ്സേജ് അയക്കാം. ഹലോ രാജു. ഋതിക മാഡം ആണല്ലോ. മാഡം ഇതുവരെ ഉറങ്ങിയില്ലേ? രാജു മെസ്സേജ് കണ്ടല്ലോ, ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ മാഡം, മാഡം ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങാനോ രാജു? മനസ്സിനൊരു സമാധാനം വേണ്ടേ? എന്താ ഇപ്പൊ മാഡത്തിന്റെ സമാധാനക്കുറവിന് കാരണം? നിനക്കറിയില്ലേ? ഏയ് ഇല്ല, എന്താ മാഡം? രാജു, നാളെ റോഹന്റെ ബർത്ത്ഡേയാ. ആ അതെ, അതിനെന്താ? അതിന് എന്താന്നോ? അവന്റെ ക്ഷണം സ്വീകരിച്ച് നാളെ ഇനി അങ്ങോട്ട് പോണ്ടേ? പോണം. അതിനെന്താ? അതിനെന്താന്നോ? ഞാനൊന്നും പറയുന്നില്ല രാജു. നിനക്കെല്ലാം അറിയാം, എങ്കിലും ഒന്നും അറിയാത്തത് പോലെ അഭിനയിക്കുന്നതാ എനിക്ക് സഹിക്കാനാവാത്ത കാര്യം.
മാഡം, ക്ഷണം സ്വീകരിച്ച് നമ്മൾ എന്തായാലും പോയല്ലേ പറ്റൂ. അപ്പോ രാജു നാളെ വരുന്നുണ്ടോ? ആ, റോഹൻ സാർ എന്നെയും പ്രത്യേകം ക്ഷണിച്ചതല്ലേ, വരാതെ പറ്റില്ലല്ലോ. ആ, നീ വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഓക്കെ രാജു. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. മാഡം, മാഡം, കട്ട് ചെയ്തോ? രാജു നാളെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവൻ നോക്കിക്കോളും. അത് മതി. ദൈവമേ, എന്നെ ആ കുറുക്കൻ റോഹന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. പാവം ഋതിക മാഡം, ആകെ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ആ റോഹന്റെ പെരുമാറ്റവും അടുപ്പവും മാഡത്തിന് തീരെ ഇഷ്ടാവുന്നില്ല. അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്കും ടെൻഷൻ. ഋതിക മാഡത്തിന് റോഹനെ ഇഷ്ടമല്ലാത്തോണ്ട് മാഡത്തിന്റെ ജീവിതത്തിൽ നിന്ന് റോഹനെ ഒഴിവാക്കേണ്ടത് എന്റെ കടമയാ. പക്ഷേ റോഹം പോയാലും എന്നോടുള്ള മാഡത്തിന്റെ പ്രണയത്തിന് ഞാൻ എന്ത് സമാധാനം മാഡത്തിന് നൽകും? ആരെയും കാണുന്നില്ലല്ലോ. എന്നാലും ഇത് എവിടെ പോയി എല്ലാരും? ഓ, ഹാപ്പി ബർത്ത്ഡേ മോനെ. താങ്ക് യു അച്ഛാ. താങ്ക് യു അമ്മ. ആ, നന്നായി വരും മോനെ. ഞങ്ങള് രണ്ടാളും ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. നീ എഴുന്നേറ്റ് വന്നിട്ട് പോകാന്ന് കരുതി കാത്തിരുന്നതാ. രാവിലെ ക്ഷേത്രത്തിൽ പോലും പോകാതെ എന്നെ ഞെട്ടിക്കാൻ ഒളിച്ചിരിക്കായിരുന്നു പറയേ. ആ, അഭിലാഷേ, കാർത്തിക്, നിങ്ങളെപ്പോ വന്നടാ? ഞങ്ങൾ ഇന്നലെ രാത്രി ബസ് കയറിയതാ. ഏർലി മോർണിംഗ് ഇവിടെ എത്തി. രാത്രിയിൽ സർപ്രൈസ് എന്ന് 12 മണിക്ക് നിന്നെ ഉണർത്തുന്ന പരിപാടി പണ്ടേ നിനക്ക് ഇഷ്ടമില്ലാത്തോണ്ടാ ഞങ്ങൾ നേരത്തെ വരാതിരുന്നത്. അതെന്തായാലും നന്നായി. ആന്റി, പണ്ട് ഹോസ്റ്റലിലായിരുന്നപ്പോ ഒരു തവണ ഇവനെ 12 മണിക്ക് ഞങ്ങൾ കുത്തിപ്പൊക്കി. അന്ന് ഇവൻ ഞങ്ങൾ രണ്ടുപേരും ഓടിച്ചിട്ടിടിച്ചു. ക്ഷമിക്കും മോനെ, ഇവൻ വലിയ ഉറക്കപ്രാന്തനാ. അറിയാം ആന്റി. ഡാ, പിറന്നാളായിട്ട് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? ഓ, വെറുതെ കൈയും വീശിയാണോ രണ്ടും കൂടി ഇങ്ങ് വന്നേ? നിനക്കുള്ള ഗിഫ്റ്റ് ഒക്കെ വരേണ്ട സമയത്ത് കൃത്യമായിട്ട് നിന്റെ കയ്യിൽ വരും. അല്ലടാ, നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റൊക്കെ ഇവന് പിടിക്കോ എന്തോ. വുഡ് ബി ഗിഫ്റ്റുമായിട്ടൊന്നും വരുമല്ലോ. ഡാടാ, മതിയടാ. ശരി മക്കളെ, ഇതിന്റെ സംസാരിച്ചിരിക്കുക. ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ശരി അച്ഛാ. വാ. ഡാ, നീ നിന്റെ ഭാവി അമ്മായി അച്ഛനെ ഏതോ വലിയ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് കേട്ടല്ലോ. ഉള്ളതാണോ? എവിടുന്ന്? ഇത് ഇവന്റെ സ്ഥിരം നമ്പരാ. ആരെയെങ്കിലും ഇംപ്രസ് ചെയ്യണമെങ്കിൽ അവരറിയാതെ ഒരു കുഴിയിലോട്ട് തള്ളിവിടും. ആ കുഴിയിൽ നിന്നും അവരെ രക്ഷിക്കാൻ കെൽപ്പില്ലാത്തവരെ സഹായത്തിനായിട്ട് ആദ്യം അയക്കും. സഹായിക്കാൻ ചെന്നവരെ സൈഡാക്കിയിട്ട് അളിയൻ കുഴിയിൽ വീണവനെ രക്ഷിച്ച് സ്റ്റാറാവും. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. നിങ്ങൾ വന്നേ, നമുക്ക് ഒരു ചൂട് കോഫി കുടിക്കാം. അളിയ, നിന്റെ വീട്ടിലെ ജോലിക്കാരി ഇപ്പോഴാ പഴയ കുട്ടി തന്നെയാണോ? ഏയ്, അവള് പോയടാ. പക്ഷേ അതിനേക്കാളും സുന്ദരിയാ ഇപ്പൊ വന്നിരിക്കുന്നത്. എങ്കിൽ പിന്നെ കോഫി മാത്രം ആക്കണ്ട അളിയ, നമുക്ക് എന്തെങ്കിലും പലഹാരം കൂടി കഴിക്കാം. ഡാ, കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഹാള് ഡെക്കറേറ്റ് ചെയ്യണം. അത് ഞങ്ങൾ ഏറ്റളിയാ. ആ, ഉം. ആദ്യം നീ ഞങ്ങൾക്ക് ആ സുന്ദരി ഒന്ന് പരിചയപ്പെടുത്തി താ. ആക്രാന്തം പിടിക്കാതെ നിങ്ങൾ വാ. വാ. അന്ന് അവന്റെ കാറിൽ വെച്ച സാധനം
അമ്മാവന്റെ കാറിൽ വന്നപ്പോഴേ ഞാൻ അവനെ ഒതുക്കേണ്ടതായിരുന്നു. സാധനം എടുത്ത് അമ്മാവന്റെ കാറിൽ വെച്ചിട്ട് അവൻ അമ്മാവനെ രക്ഷിച്ച് അമ്മാവന്റെ മുന്നിൽ അവൻ സൂപ്പർ ഹീറോ ആയി. ദിവ്യ ഒതുക്കാൻ കഴിഞ്ഞതുപോലെ റോഹനെ ഒതുക്കാൻ നമുക്ക് എന്താ അമ്മേ സാധിക്കാത്തെ? റോഹനെ ഒതുക്കാനുള്ള സമയവും സന്ദർഭവും നമുക്കിതുവരെ കിട്ടാത്തതുകൊണ്ട് അംബികയുടെ കണ്ണില് അങ്ങനെ റോഹനെ ഒതുക്കാനൊരു അവസരം ഉണ്ടായ പിന്നെ ആ ചെക്കൻ ഈ പടി കടന്നു വരില്ല. പ്രതാപനെ കൊണ്ട് തന്നെ ഞാൻ അവന്റെ കരണ തടിപ്പിക്കും. നീ നോക്കിക്കോ. ഇനി എന്ന് ദേ അമ്മേ, എന്തെങ്കിലും ചെയ്യാൻ അമ്മയ്ക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അമ്മ എന്നെ ഓർത്ത് അതൊന്ന് നേരത്തെ ആക്കൂ. എടാ ദീപക്കെ, നീ ഇങ്ങനെ പേടിക്കാതെ. ഋതികയ്ക്ക് രാജുവിനോടുള്ള അഗാധമായ പ്രണയം കാരണം റോഹനുമായി നടക്കാൻ സാധ്യതയുള്ള വിവാഹം അവൾ എങ്ങനെയെങ്കിലും രാജുവിനെ കൊണ്ട് മുടക്കിപ്പിക്കും. ഈ വിവാഹം മുടക്കാൻ നമ്മൾ ഒരുപാട് ആലോചിക്കണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മേ, രാജുവിനോട് അവൾക്കുള്ള സ്നേഹത്തെക്കാൾ കൂടുതലാ അമ്മാവനോട് അവൾക്കുള്ള സ്നേഹം. അവളുടെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിച്ച് അനുസരിക്കാതിരിക്കാൻ ഇനി അവൾ മുതിരില്ല. മുമ്പത്തെ പോലെ അല്ല. അമ്മാവന്റെ മകൾ സ്നേഹം വളർന്ന് വളർന്ന് അതിര് കടന്നുകൊണ്ടിരിക്കുക. അവള് സ്നേഹിക്കട്ടടാ. ഇതുപോലെ വർഷങ്ങള് അവൻ ആരാധിച്ച് സ്നേഹിച്ച് മനസ്സിൽ കൊണ്ടു നടന്ന പത്മാവതിയെ ഇനി ഒരിക്കലും അവൻ സ്നേഹിക്കാത്ത വണ്ണം വെറുപ്പിച്ചിട്ട് അവളുടെ പേര് കേൾക്കുന്നത് പോലും പ്രതാപനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയിലാക്കിയതാരാ? അമ്മ, അറിയാലോ. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി ഞാൻ പറയണോ? വേണ്ടമ്മേ. പക്ഷേ റോഹന്റെ കാര്യം, അവന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാവരും ഇപ്പൊ അങ്ങോട്ട് കെട്ടിയെടുക്കുക. ഞാൻ ആലോചിച്ചിട്ടാണെങ്കിൽ അവന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ കൊളാക്കാൻ ഒരു വഴിയും തലയിൽ അങ്ങോട്ട് തെളിഞ്ഞു വരുന്നില്ല. എടാ മോനെ, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂന്ന് നീ കേട്ടിട്ടില്ലേ? അതൊക്കെ എനിക്കെങ്ങനെ അറിയാം? എങ്കി നീ കേട്ടോ, അങ്ങനെ ഒരു സംഭവമുണ്ട്. നന്മയുള്ള നിഷ്കളങ്കന്റെ മുഖം മൂടി അണിഞ്ഞ നിന്നെക്കാളും തലതെറിച്ച ഒരുത്തനവൻ. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട്. പക്ഷേ അവന്റെ ഗെയിം തനിച്ച. അവന് ശരിക്കും ഋതികയോട് പ്രണയമാ, അഗാധമായ പ്രണയം. അവന്റെ ഈ പിറന്നാൾ ഫംഗ്ഷൻ ഋതികയുടെ മുന്നിൽ വെച്ച് അവനെ മാനം കെടുത്താനുള്ള അവസരമായി നമ്മൾ ഉപയോഗിക്കണം. എങ്ങനെ? ഒന്ന് സമാധാനപ്പെടടാ മോനെ. അമ്മേ, വിശദമായിട്ട് പറഞ്ഞുതരാം. നീ അതുപോലെ അങ്ങ് ചെയ്താ മതി. ഒരുപാട് വിശദീകരിച്ച് സമയം കളയാനില്ലമ്മേ. റോഹന്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ സമയമായി. ചെറിയമേ, ആകെപ്പാടെ പുലിവാലാണ് കേട്ടോ. അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ അല്ല ചെറിയമേ. അവന് ഡബിൾ മൈൻഡാ. ദീപക്കാണെങ്കിൽ ഒറ്റ മൈൻഡേ ഉള്ളൂ, ഞാൻ വഴി സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കണമെന്ന്. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവനെ എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. റോഹന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല ചെറിയമേ. പഠിച്ച കള്ളനവൻ. നമുക്കിനി എന്തു ചെയ്യാൻ പറ്റുമോളെ? അവരിങ്ങോട്ട് വന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് ക്ഷണിച്ചു. ഇനിയിപ്പോ അങ്ങോട്ട് ചെല്ലുമ്പോ നിന്റെ കല്യാണ കാര്യത്തില് എന്തെങ്കിലും തീരുമാനം എടുക്കുമെന്ന എന്റെ പേടി. ചെറിയമ്മ കൂടി എന്നെ പറഞ്ഞ് പേടിപ്പിക്കില്ലേ? ചെറിയമ്മേ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. പനിയാണെന്ന് പറഞ്ഞ് ഞാൻ റൂമിൽ പോയി കിടക്കട്ടെ. ഞാൻ വരുന്നില്ല ബർത്ത്ഡേ ഫംഗ്ഷന്. ആ മോളെ, അങ്ങനൊന്നും ചെയ്യല്ലേ. പ്രതാപേട്ട ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ വിളിച്ചു വരുത്തും. ഇതൊക്കെ നുണയെന്നറിഞ്ഞാ ആകെ പ്രശ്നമാവേ. അത് ശരിയാ. ഇനി എന്ത് ചെയ്യും ചെറിയമ്മേ? മോള് ടെൻഷൻ ആവാതെ നമുക്ക് നോക്കാം. അവിടെ പോയിട്ട്
എന്താ സംഭവിക്കാന്ന് നമുക്ക് നോക്കാം. ഇനി അതല്ല, നിങ്ങളുടെ കല്യാണത്തിന് എന്തെങ്കിലും തീരുമാനം അവരെടുക്കുകയാണെങ്കിൽ രോഹന്റെ അമ്മയോട് ഞാൻ സംസാരിക്കാം. സത്യമാണോ? ചെറിയമ്മ സംസാരിക്കോ? സംസാരിക്കാം. മോള് ധൈര്യമായിട്ടിരിക്കെ. എല്ലാരും റെഡിയല്ലേ? വർമ്മ സാർ അവിടെ? അച്ഛൻ ഇപ്പൊ വരെ രാജു. ഓക്കെ മാഡം, എന്നാ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. രാജു രാജു എന്തിനാ പുറത്തു പോകുന്നേ? രാജു ഇവിടെ തന്നെ നിന്നാ മതി. പോകാനുള്ള കാറ് റെഡിയായി. സാറ് റെഡിയാണെങ്കിൽ നമുക്ക് ഇറങ്ങാം. സമയമുണ്ടെങ്കിൽ അല്ല, പുറത്തെന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ ജോലിക്കാരെ കൊണ്ട് ചെയ്യിക്കാലോ. എന്റെ പൊന്നു രാജു, തോട്ടത്തിലെ പണിയൊക്കെ അവര് ചെയ്തോളും. രാജു ആദ്യം എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിത്താ. മാഡത്തിന് എന്താ പ്രശ്നം? രോഹന്റെയും ഋതുമോളുടെ കാര്യത്തില് എല്ലാവരുടെയും തീരുമാനത്തിനനുസരിച്ച് രാജുവും പിന്നോട്ട് നിൽക്കരുത്.